നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രിക്ക് ഇടപ്പോൺകര അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്റെ ചട്ടം കൂട്ടൽ ചടങ്ങ് നടന്നു. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഇടപ്പോൺകര പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് ഭക്തി നിർഭരമായി കൊറ്റിയൊരുക്കുന്ന നന്ദികേശൻ്റെ ചട്ടംകൂട്ടലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കരകളിൽ രണ്ടാം കരയായ ഇടപ്പോൺകര, വടക്കൻ കരകളിലെ ഒന്നാം കരയായ ഇടപ്പോൺകര ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണത്തോടുകൂടി വരുന്ന 10 ദിവസക്കാലം അന്നദാനവും കലാപരിപാടികളോടുകൂടി ശിവരാത്രി നാളിൽ കാവടി ഘോഷയാത്ര ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് വളരെ ഭക്തി ആദരപൂർവ്വം നടത്തപ്പെടുന്ന ശിവരാത്രി മഹോത്സവം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മഹാഗണപതി ഹോമം ഉൾപ്പെടെ CPSൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മഹാഗണപതി ഹോമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടത്തി വരുന്നത്. തീർച്ചയായിട്ടും ഈ ശിവരാത്രി ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പരബ്രഹ്മനാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഏറെ പ്രിയപ്പെട്ടവരെ, ഇടപ്പോൺകരയിലെ നന്ദികേശനെ ചട്ടക്കൂട്ടിൽ കൂടുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ദിവസക്കാലം നമ്മുടെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന 10 ദിവസക്കാലത്തെ ആഘോഷങ്ങൾ തുടക്കമാണ്. എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സഹായത്താൽ കരകമ്മിറ്റി ഏറ്റെടുത്ത് തുടങ്ങുകയാണ്. 5-ാം തീയതി തുടങ്ങുന്ന പരിപാടി 10 ദിവസം നീണ്ടിരിക്കുന്നത്, 16-ാം തീയതി വരെ നീണ്ടിരിക്കുന്ന പരിപാടിയിൽ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും കരകമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. മഹാശിവരാത്രി ഫെബ്രുവരി 15 നടക്കുകയാണ്. നൂറാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ 2ാം കരയായ ഇടപ്പോൺകരയുടെ നന്ദികേശന്റെ ചട്ടക്കൂട് ഒരുക്കുന്ന ചടങ്ങാണ് നടന്നത്. ഭരണസമിതിയുടെ തീരുമാനങ്ങളോടൊപ്പം എക്കാലവും ചേർന്ന് നിൽക്കുന്ന കരയാണ് ഇടപ്പോൺകര. സമാധാനപരമായും സമയബന്ധിതമായും ഉത്സവം നടത്തുവാൻ എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ അനുഗ്രഹവും പരിദേവരുടെ എല്ലാ അനുഗ്രഹവും ഈ കരയ്ക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നൂറിനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇടപ്പോൺകരയിൽ നിർമ്മിക്കുന്ന നന്ദികേശ് ചട്ടം കൂട്ടലാണ് ഇന്ന് നടത്തപ്പെടുന്നത്. നമ്മുടെ ഇടപ്പോൺകരയിലെ എല്ലാ ഭക്തജനങ്ങളുടെയും സമീപനത്തോടുകൂടി ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ഭംഗിയായി നടത്തപ്പെടുത്തുന്നതിന് പ്ലാക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ഞാൻ എല്ലാ പ്ലാക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ കമ്മിറ്റി അംഗങ്ങളും ഇതിൽ ഉൾപ്പെട്ട് ഭംഗിയായി നടത്തുന്നതിന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും നമ്മൾ ഇതിനകത്തിൽ സാമീപ്യം ഉണ്ടായിരിക്കുന്നതാണ്, സഹായവും ഉണ്ടായിരിക്കുന്നതാണ്.